ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നൈറ്റ് ഷിഫ്റ്റ് റൊട്ടീനാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ നൈറ്റ് ഷിഫ്റ്റ്, അതാണ് ഉദ്ദേശിക്കുന്നത്. പോസ്റ്റിംഗ് മെയിൻലി നൈറ്റ് ഷിഫ്റ്റ് വരുമ്പോൾ നമുക്ക് ക്ലാസ് കാണത്തില്ല. അപ്പം ഇന്നും ക്ലാസ് ഉണ്ടായിരുന്നു. സ്റ്റാർട്ടിംഗ് ഡേ ആയതുകൊണ്ട് നമുക്ക് ഉച്ചവരെ പോകേണ്ട വന്നു. പിന്നെ അല്ലെങ്കിൽ ഇനി 2-3 ദിവസം പോകേണ്ട വരും, കാരണം സെക്ഷണൽ എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അറ്റൻഡ് ചെയ്തേ പറ്റൂ. സോ എക്സാം അറ്റൻഡ് ചെയ്തിട്ട് തിരിച്ചു വരാൻ പറ്റും. നൈറ്റ് ഷിഫ്റ്റുകാർക്ക് മാത്രമേ ഉള്ളൂ ക്ലാസ്സിൽ പോകാൻ പറ്റാത്തതായിട്ട്. ബാക്കി മോർണിംഗ് ഷിഫ്റ്റ്, ഈവനിങ് ഷിഫ്റ്റ് ഒക്കെ നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്തേ പറ്റൂ. അങ്ങനെയുണ്ട്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് വന്നതിന് ശേഷം നല്ല ഉറക്കമായിരുന്നു. ഇപ്പോൾ ഉറക്കത്തിൽ എനിക്കൊന്ന് റെഡിയായിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് നിൽക്കുകയാണ്. ഇനി വേണം ഒന്ന് റെഡി ആവാനായിട്ട്. അപ്പോൾ റെഡി ആയിട്ട് കാണാം. അപ്പോൾ ആദ്യം നമുക്ക് റെഡി ആയിട്ട് ഫുഡൊക്കെ കഴിച്ച് എന്നിട്ട് വേണം നമുക്ക് പോസ്റ്റിങ്ങിന് കയറാൻ. 8 മണിക്ക് കയറണം. ഇപ്പോൾ ഒരു 6:30 കഴിഞ്ഞിട്ടുണ്ട്. ഒരു 50-20 മിനിറ്റ്സ് ഇവിടെ നിന്നാലും നടക്കാനുണ്ട്. അപ്പോൾ നമുക്ക് റെഡി ആവാം. അപ്പോൾ ഗൈസ്, യൂണിഫോം ഇട്ടിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ പോസ്റ്റിംഗ് യൂണിഫോം. അപ്പം നമ്മൾ നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് വലിയ മേക്കപ്പും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഞാൻ മോയ്സ്ചറൈസർ മാത്രമേ ഇടുന്നുള്ളൂ. ഇവിടുത്തെ ക്ലൈമറ്റ് നല്ല ഡ്രൈ ആക്കുന്നുണ്ട് സ്കിന്നിന്. നല്ല ഹോട്ട് ക്ലൈമറ്റ് ആയിട്ടുണ്ട്. നല്ല ചൂടുണ്ട് ഇപ്പോൾ. നെക്സ്റ്റ് മന്ത് തൊട്ട് നല്ല തണുപ്പായിരിക്കും. ഇവിടെ ഏറ്റവും ഇഷ്ടമുള്ളത് ഇവിടുത്തെ ക്ലൈമറ്റ് ആണ്. കാരണം നമുക്ക് ചൂടെന്ന് പറയുമ്പോൾ ഒരുപാട് ചൂടും ഇല്ല, എക്സ്ട്രീമും അല്ല. പക്ഷെ വിൻ്റർ കുറച്ചുണ്ട്. വെൻ കമ്പയറിങ് ടു നമ്മുടെ നാട് നല്ല തണുപ്പാണ്. അപ്പോൾ ഗൈസ്, മോയ്സ്ചറൈസർ ഇട്ടു. ഇത് മസ്റ്റാണ്. ഇത് മാത്രമേ ഞാൻ ഇന്ന് ഇടുന്നുള്ളൂ. പിന്നെ ലിപ്പ. പിന്നെ നമ്മുടെ മെയിൻ ഹെയർ സ്റ്റൈലൊന്നും പറഞ്ഞൊന്നും ചെയ്യുന്നില്ല. എന്താവാ വരുന്നത് എനിക്കൊന്നറിയില്ല. മുടി ഞാൻ ജസ്റ്റ് ഇപ്പോൾ പോണിറ്റെയിൽ ഇട്ടാണ്. ഹോസ്പിറ്റലിൽ കയറുന്ന ടൈമിൽ ഞാൻ പുട്ടപ്പ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോഴേ ഞാൻ പുട്ടപ്പ് ചെയ്തില്ല, കാരണം ഇപ്പോൾ കോളേജിൽ പോയാലും ഞാൻ ആ സമയത്ത് മാത്രം പുട്ടപ്പ് ചെയ്യും. അത് എനിക്കൊരു ശീലമായിപ്പോയി. അതുകൊണ്ട് ഞാനിപ്പോൾ പോണിറ്റെയിൽ മാത്രം കെട്ടിക്കൊണ്ട് പോകുന്നുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ എൻ്റെ വാല് പിടിച്ച മുടിയൊക്കെ ഇവിടെ നിന്ന് വരും. അതിനെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. അയ്യോ, ഈ സാധനം അകത്തിട്ടില്ല. പറഞ്ഞില്ല, അതിന് മുമ്പ് വേണ്ട വരാൻ തുടങ്ങി. സ്ലൈഡ് കുത്തേണ്ട വരും. പിന്നെ നമ്മുടെ മെയിൻ സാധനം ആപ്രോൺ ഇല്ല നമുക്ക് എന്തായാലും പോകാൻ പറ്റൂല. സോ ഇതിട്ടേ പറ്റൂ. അതുപോലെ നമ്മുടെ ID കാർഡ്. ഇത് രണ്ടും മസ്റ്റാണ് ഗൈസ്. ഓക്കെ. പിന്നെ നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് സമയമൊക്കെ അറിയണമല്ലോ. അതുകൊണ്ട് തന്നെ വാച്ച് മസ്റ്റാണ്. പോക്കറ്റ് ആർട്ടിക്കിളിൽ നമ്മൾ ജസ്റ്റ് എൻ്റെ ഒരു ക്ലിപ്പ് കിടപ്പുണ്ട്, അത് ചുമ്മാ. പിന്നെ മെയിനായിട്ട് വേണ്ട ബുഷും ക്രഞ്ചീസും ഉണ്ട് എനിക്ക് മുടി ഒന്ന് കെട്ടാൻ വേണ്ടി. പിന്നെ നമുക്ക് പെയിനെയും പോക്കറ്റ് ഡയറിയും കാര്യങ്ങളൊക്കെ ഈ 2 പോക്കറ്റിലായിരിക്കും നമ്മൾ വെക്കുന്നത്. നോർമൽ നഴ്സസ് ചെയ്യുന്ന പോലെ തന്നെ.
അപ്പോൾ ഗൈസ് എൻ്റെ മുടി ഇളകി വരാറായതുകൊണ്ട് തന്നെ ഞാൻ ഇതൊരെണ്ണം അഡ്ജസ്റ്റ് ചെയ്യാണ്. വരില്ല എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് പിന്നെ ഒന്ന് ഒരു ലിപ്സ്റ്റിക്ക് ഇടും നമ്മൾ, ഇത്രയേ ഉള്ളൂ ഇന്ന്. കാരണം നൈറ്റ് ഷിഫ്റ്റ് ആണ്, അതുകൊണ്ട് ഇത്രയൊക്കെ ചെയ്യാറുള്ളൂ. അറിയാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. പിന്നെ ബാഗ് എടുക്കുന്നുണ്ട്. ബാഗ് ഇപ്പോൾ കോളേജിൽ കൊണ്ടുവന്നുകൊണ്ട് തന്നെ കോളേജിൽ പല സാധനങ്ങളും ഫയൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മാറ്റിയിട്ട് നമുക്കിപ്പോൾ ആവശ്യമുള്ളത് മാത്രം കൊണ്ടുപോകാം. പിന്നെ ഗൈസ് ഞാനിന്ന് പോകുന്നത് കൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. വേറെ ഒന്നുമില്ല, ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ. പണ്ട് അങ്ങനെയാടി വിട്ട കേസാണ്, എങ്കിലും ഇപ്പോഴും ഇത് ഞങ്ങളുടെ കൂടെ ഉണ്ട്. നഴ്സിംഗുകാർക്ക് ഇതൊക്കെ കോമൺ ആണ്. പ്ലേ ബുക്ക് ചെയ്യാനാണ്, പീഡിയാട്രിക്കിൻ്റെ. ഇത് ആൽഫബറ്റ്സ് ഇതൊക്കെ ഉണ്ട് നമുക്ക്. അതായത് ഇത് ഓരോ സ്റ്റുഡൻസ് അല്ല, ഇൻഫൻറ്റ്, അഡോളസെൻറ്റ്, അങ്ങനെ ഓരോ സ്റ്റേജിലും ഉള്ള ചിൽഡ്രൻസിൻ്റെ ഡെവലപ്മെന്റൽ സ്റ്റേജിലുള്ള സാധനങ്ങൾ നമുക്ക് സ്റ്റിക്ക് ചെയ്യാനുണ്ട് നോട്ട്ബുക്കിൽ. അപ്പം ടൈം ഉണ്ടെങ്കിൽ ചെയ്യാമെന്ന് വെച്ച് ഞാനിപ്പോൾ ഇതും എടുക്കുന്നുണ്ട് ഇന്ന് കൊണ്ടുപോകാൻ വേണ്ടി. ഇതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതെന്തായാലും കൊണ്ടുപോകണം. നോക്കാം, പറ്റുമെന്ന് അറിയത്തില്ല. അവിടെ നിന്ന് ചെയ്യാനൊക്കെ ടൈം കിട്ടുമെന്നൊന്നും അറിയത്തില്ല. അപ്പം നോക്കാം. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളിതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഹോസ്പിറ്റലിൽ പോകുന്നത്. ഇന്ന് നമുക്ക് OPGയുടെ പോസ്റ്റിംഗ് ആണുള്ളത്. അപ്പം അറിയത്തില്ല ടൈം കിട്ടുമെന്ന്. എന്തായാലും നോക്കാം. അപ്പോൾ ഗൈസ് പിന്നെ ഞാൻ നമ്മുടെ വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ രാത്രി എങ്ങനെ വിശന്നാലെന്ന് വെച്ചിട്ട് കുറച്ച് ബ്രെഡും പീനട്ട് ബട്ടറും എടുത്തിട്ടുണ്ട്. ഒരു കുപ്പി വെള്ളം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ബാഗിൽ വെക്കാം. ഓൾമോസ്റ്റ് എന്തൊക്കെയോ എടുത്തിട്ടുണ്ട്. ഇനി ചാർജറും എയർപോഡും എടുക്കാനുണ്ട്. പിന്നെ പോക്കറ്റ് ഡയറി എടുക്കാനുണ്ട്. അങ്ങനെയാണ് സെറ്റാണ്. പിന്നെ താഴെപ്പോയിന് ചേച്ചിയെടുത്ത് ഫുഡ് കഴിച്ചിട്ട് പോയപ്പോൾ എന്തായാലും 7 ആവുന്നുള്ളൂ സമയം. 7:10 ആയിട്ടുണ്ട്. നമുക്ക് ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ പോകണം. അപ്പോൾ ഗൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഷൂവും സോക്സും ഇടണം. അതും കമ്പൽസറിയാണ്. അതും ഞങ്ങളുടെ യൂണിഫോമിൻ്റെ എന്താ പറയണ്ടേ, യൂണിഫോമിൻ്റെ ഒരു ചിട്ടയിലുള്ളതാണ്. പിന്നെ നമുക്കിനി ബാഗും എടുത്തിട്ട് താഴെ പോയി ഫുഡ് കഴിച്ചിട്ട് പോവാം. അപ്പോൾ ഗൈസ് ഇന്ന് എനിക്ക് എൻ്റെ റൂമിൽ കിടക്കാൻ പറ്റില്ല. ഞാൻ ഹോസ്പിറ്റലിലാണ് പോകുന്നത്. സോ അവിടെ ആയിരിക്കും ഇന്നത്തെ നൈറ്റ്. അപ്പോൾ ഗൈസ് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഗൈസ് എൻ്റെ പ്രശ്നം. ഞാൻ ഇത്രയും നേരം പറഞ്ഞു നിന്നിട്ട് ചാർജർ എടുക്കാതെ വീണ്ടും ഞാൻ പോയി. പൂക്കി ചാർജറാണ് ഗൈസ്. എനിക്ക് എന്നെ മിൽട്ടനെ മേടിച്ചു തന്നതാണ്. അപ്പോൾ ഗൈസ് യൂണിഫോമും ഷൂസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഇറങ്ങി തുടങ്ങി. 18-ാം പടി ഇനി ഇറങ്ങി തീരണം. ഫുഡ് കഴിക്കാൻ വന്നതാണ് ഗൈസ്. ഫുഡ് കഴിച്ചിട്ട് വേണം പോവാൻ. ഹായ് ടീനു. ഞാൻ ചൂടെടുത്തോണ്ട് ഇത് ചപ്പാത്തി കഴിഞ്ഞിട്ട് കുളിക്കാന്ന് വിചാരിച്ച്. ഭയങ്കര ചൂടായിരിക്കൂലേ? നല്ല ചൂടുണ്ട്. ഇപ്പൊ തന്നെ എനിക്ക് അവിയുന്നു.
ഹോസ്പിറ്റലിൽ AC ആയാൽ മതിയായിരുന്നു. അപ്പൊ ഗൈസ് ഫുഡ് കഴിച്ചു, ഇനി പോവുകയാണ്. ബാക്കി പിള്ളേരൊക്കെ അവിടെ വെയിറ്റ് ചെയ്യാൻ തോന്നുന്നു. എന്തായാലും കോളേജിന്റെ ഏരിയയിലോട്ട് പോവാം. ഏത് ദിവസമാണെങ്കിലും ഇവിടെ എപ്പോഴും ഇങ്ങനെയാണ് ഗൈസ്, നല്ല തിരക്കാ. ഗൈസ് ഞാൻ കാത്തു നിന്ന് ദേ വരുന്നു എല്ലാവരും. ഗൈസ് ഒരു നാറി എൻ്റെ അടുത്തുനിന്ന് പിണങ്ങി പോവുകയാണ്. റനെ ഇങ്ങോട്ട് നോക്ക് പട്ടി. അവിടെ ഫ്രീ ഫുഡ് കൊടുക്കുന്നുണ്ട്, ബിജിക്ക് വേണമെന്നാണ് പറയുന്നത്. അവിടെയാണ് കൊടുക്കുന്നത്. ഇങ്ങോട്ട് നോക്ക്. അപ്പൊ ഗൈസ് ഇതാണ് എന്റെ എക്സ് റൂംമേറ്റ്സ്. എനിക്കറിയില്ല വ്ലോഗ് ഫുള്ള് ഞാനായിരിക്കും. ഇന്ന് ബിജിയാണ് എന്റെ കണ്ടന്റ്. പിണങ്ങി നടക്കുന്ന ഒരു സെറ്റേ കണ്ടോ ഗൈസ്. ഏത് പോസ്റ്റിനാ പോകുന്നത്? നമ്മൾ ഓയിസ്റ്ററി OBG പോസ്റ്റിങ്ങിന് പോവാം. OBG പോസ്റ്റിംഗ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? OBG പോസ്റ്റിംഗ് കൊണ്ട് ഒന്നും ഉദ്ദേശിക്കുന്നില്ല, പ്രസവം കാണാൻ. അപ്പൊ ഗൈസ് ഞങ്ങളുടെ സ്പോട്ട് എത്താറായി. ട്രൈ ലൈഫ് ആയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഓയിസ്റ്റർ. അപ്പൊ ഗൈസ് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇനി ഡ്യൂട്ടി കയറാൻ സമയം. അപ്പൊ ഗൈസ് ഇനി ഡ്യൂട്ടി കയറാണ്. ഇനി ഫോണും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പം പറ്റുന്നത് എടുക്കാം. ഇരിക്കുകയാണ്. ഫസ്റ്റ് ഡേ ആണ് ഞങ്ങൾ ഇവിടെ. ഏറ്റവും വലിയ ലിഫ്റ്റ് ഗൈസ്. ഞാൻ പുറത്താണ്, സംശയം. ഗൈസ് അവര് വേറെയാണ്, ഞങ്ങളും വേറെയാണ്. ഗൈസ് ഞങ്ങൾ പല മണ്ടത്തരങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ റെനയാണ് പെട്ടിക്കൂടെന്ന് പറഞ്ഞ് കയറി കൊടുത്തു ലാബിലോട്ട്. ഞങ്ങൾക്ക് 4th ഫ്ലോറിലാണ് ഡ്യൂട്ടി. അവർക്ക് രണ്ടർക്കും കാഷ്വാലിറ്റി, ഞങ്ങൾക്ക് വാർഡിലും. കേരളത്തിന് കുറച്ച് വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടി വിചാരിച്ചത്, പക്ഷെ 2 എണ്ണം ഇവിടെ ഫ്ലാഷ് അടിച്ചേക്കാണ്. എന്തൊക്കെയാ നടക്കുന്നേ? നടന്നു കഴിഞ്ഞു ഗൈസ്. ഞാൻ എന്താ പ്രേതവാ? അപ്പൊ ഗൈസ് പോവുകയാണ്. ടാറ്റാ. വീട്ടിലൊക്കെയാണ് ഗൈസ്. ഗൈസ് ഞങ്ങക്ക് രാത്രി ഡോക്ടറിന്റെ കയ്യിൽ നിന്ന് ലോഡഡ് ഫ്രൈസ് കിട്ടി. എല്ലാരും ഇരുന്ന് കഴിക്കാണ് ഗൈസ്. സമയം എത്രയാണെന്നറിയോ ഗൈസ്? 1 മണിയാവാറായി. വല്ലാതെ ക്രേവിങ്സ്. ഡോക്ടർ വന്നതാ, ക്രേവിങ്സ് ഒന്നുമില്ല. ഞങ്ങൾ OPDന്ന് ഞങ്ങളെ വിളിപ്പിച്ചത് 1 ബോക്സ് ലോട്ട് ഫ്രൈസ് തീർന്നു. അടുത്ത അൺബോക്സിങ് എന്താ ഗൈസ് പറ്റിച്ച് തേങ്ങയില്ല. 3J ഗൈസ്. അടുത്ത 1 ബോക്സ് കൂടെ ഉണ്ട് സഫി.
ഗൈസ് ഞങ്ങൾക്ക് 1 മണിക്കൂർ റെസ്റ്റ് കിട്ടി. ഇപ്പം സമയം 2:10. നമുക്ക് 4 മണിക്ക് ഡെലിവറി ഉണ്ട്. അതിന് മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. സി സെക്ഷനാണ്. അപ്പോൾ 2 പേർക്ക് OT കയറാൻ പറ്റും. അത് കഴിഞ്ഞ് ഒരാൾ ബേബിയെ റിസീവ് ചെയ്യാൻ നിൽക്കണം. അത് ഞാൻ നിൽക്കും, ഇവർ കയറും. സി സെക്ഷൻ ആയതുകൊണ്ട് ഇവർ പോട്ടെ. ഇനിയും ഡേയ്സ് ഉണ്ട്, പോകാൻ പറ്റും. പേടിയില്ലാത്ത കാരണമല്ല പോവാത്തത് സഫി. അതെ അതെ, എനിക്ക് പേടിയൊന്നുമില്ല. എന്തിനി പിന്നെ 1 മണിക്കൂറുള്ളൂ. അതുകൊണ്ട് ഈ 1 മണിക്കൂർ ഉറങ്ങാൻ ഉദ്ദേശിച്ചില്ല. എന്തായാലും ഉറക്കം വരുന്നില്ല. വരുന്നില്ലെന്ന് മാത്രമല്ല, കിടന്നിട്ട് കാര്യമില്ല. 1 മണിക്കൂർ കഴിയുമ്പോൾ എഴുന്നേറ്റ് പോകണം. സത്യം. അപ്പോൾ കാണാം. അതൊന്നും കാണാൻ എന്തായാലും പറ്റൂല. ഇവിടെ ഫോണൊന്നും അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് കഴിഞ്ഞിരിക്കുകയാണ്. കൊള്ളായിരുന്നു. ഞാൻ ബേബി റിസീവ് ചെയ്യുന്ന ഏരിയയിലും ഇവർ 2 പേരും സി സെക്ഷൻ കാണാൻ വേണ്ടി കയറിയിരുന്നു. ഞങ്ങൾ 4:30 OT കയറിയതാണ്. ഞങ്ങൾ ഇറങ്ങുന്ന 7 മണിക്കാണ്. കൊള്ളായിരുന്നു. അപ്പോൾ ഗൈസ്, ഇന്നലെ ഈവനിങ് പോയിട്ട് ഇപ്പം 8 മണിയായി. 8 മണിക്കാണ് തിരിച്ചു വന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. ആകെ ടയേർഡാണ്. ഉറങ്ങാൻ ഒട്ടും പറ്റിയിട്ടില്ലായിരുന്നു. ഒരു 30 മിനിറ്റ്സാണ് കിട്ടിയത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ഹോസ്പിറ്റലായതുകൊണ്ട് നമുക്ക് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റൂല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണാം. ടാറ്റാ.